യേശുവിനെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അവരുടെ ഭർത്താവായിട്ടാണ്, അവരുടെ കർത്താവായിട്ടാണ്, അവരുടെ ഭർത്താവായിട്ടാണ്. റിലേഷനാണ് ഇവിടെ പ്രശ്നം. യേശുവിനെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ, യേശുവിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ യേശുവുമായിട്ട് റിലേഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്, അല്ലാതെ യേശുവിനൊരു മീൻസ് ആക്കി കൊടുക്കുകയല്ല ആവശ്യം. ഹൂ ഈസ് ജീസസ് ടു യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി ഈസ് മൈ ബ്രൈഡ് ഗ്രൂം എന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് വിശ്വാസികൾ വളർത്തപ്പെട്ടില്ലെങ്കിൽ അത് സുവിശേഷ പ്രസംഗമല്ല, അതൊരു സഭയുമല്ല. എൻ്റെ ആത്മ മണവാളനാണ് യേശു എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിനെ നമ്മളൊരു മീൻസ് ആക്കിയിരിക്കുകയാണ്. ഞാൻ ചില മെസ്സേജസിൽ പറഞ്ഞിട്ടുള്ള ഒരു നടന്ന സംഭവമാണ്. ഒരു ബൈബിൾ കോളേജിൽ BTH പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ഫസ്റ്റ് ഇയറിൽ അവിടുത്തെ ടീച്ചർ ഒരു ഇംഗ്ലീഷിലെ ഒരു ഫ്രേസ്, ഒരു സ്റ്റോറി അല്ല, ഒരാൾ എഴുതിയ ഒരു കാര്യം ഒരു ബുക്കിനകത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് ഇങ്ങനെയാണ്: യേശുവിനെ എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അറിയാൻ വേണ്ടിയുള്ളതാണ്. ജീസസ്, ഹൂ ഈസ് ജീസസ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യത്തിനകത്തോടെ പറയുന്നത്, ഇൻ ജെറൂസലേം ഇറ്റ് വാസ് വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി, എന്താണ് യേശു, എന്താണ് സഭ, എന്താണ് വാട്ട് ഈസ് ചർച്ച് എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയുന്ന ഉത്തരമാണ്, ഇൻ ജെറൂസലേം ഇറ്റ് വാസ് എ ഫെലോഷിപ്പ്. യെരുശലേമിൽ അത് ഒരു കൂട്ടായ്മയായിരുന്നു. കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത്, അവിടെ ഈ ബുക്കിനകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ എന്നല്ല, യേശുവും സഭയും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. യേശു തലയും സഭ അവൻ്റെ ശരീരവും, ആ കൂട്ടായ്മ, എ ബോഡി റിലേഷൻഷിപ്പ്. Jerusalem, it was a fellowship. The church was the body of Jesus and Jesus was the head. And in Greece, when the Greek came, യവനായന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്തെന്നറിയാമോ, അവരിതിനെ ഫിലോസഫൈസ് ചെയ്തു. ടു ദ ഗ്രീക്ക് ഇറ്റ് വാസ് എ ഫിലോസഫി. അതുകൊണ്ടാണ് അവിടെ ഒരു ഫിലോസഫി എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷൻ ആക്കി വരികയാണ്. ഇക്വേഷൻ, ജീസസ് ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറയുന്നത് പോലെ. ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്നാണ്. ഇന്ന് ക്രൂസൈഡ് പ്രസംഗം പറയുന്നത് ജീസസ് ഈസ് ഈക്വൽ ടു സക്സസ്. ഇച്ചിരൂടെ വലിയ സുവിശേഷ പ്രസംഗത്തിൽ അങ്ങ് മൂക്കുമ്പോൾ പറയുന്നത് ജീസസ് ഈസ് ഈക്വൽ ടു സാൽവേഷൻ. അതായത് ഒന്നുകിൽ പറയുന്നു നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകാൻ യേശുവിനെ വേണം, മാക്സിമം പറയുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ യേശുവിനെ വേണമെന്നാണ്. രണ്ടായാലും അവിടെ റിലേഷൻ വലിയ വിഷയമൊന്നുമല്ല. ജീസസ് ഹാസ് ബിക്കം ആൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ. നിനക്ക് സ്വർഗത്തിൽ പോകണോ, നിനക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കഴിയും ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമവും ഇല്ല. ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പുറകെ പോയതിനെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇതിൻ്റെ പുറകെ അങ്ങ് പോയേക്കാം. ചിലർ പറയുന്നത് കേട്ടില്ലേ, എൻ്റെ ബ്രദറെ നമ്മൾ രക്ഷിക്കപ്പെട്ടുപോയില്ലേ ബ്രദറെ എന്ന്. പെട്ടുപോയെന്നുള്ളതിനകത്താണ് ഇമ്പോർട്ടൻസ്. ഇത് പലർക്കും ഒരു പെട്ടുപോയതുപോലെ ആയിപ്പോയി. അവിടെ റിലേഷൻ ഇല്ല. ഇറ്റ് ഹാസ് ബിക്കം എ ഫിലോസഫി. ഇൻ റോം ഇറ്റ് വാസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. റോമിൽ വന്നപ്പോഴത്തേക്ക് അതെന്തായി തീർന്നു, ഒരു സ്ഥാപനമായി തീർന്നു. ആൻഡ് ഇൻ യൂറോപ്പ് ഇറ്റ് വാസ് എ കൾച്ചർ. യൂറോപ്പിൽ വന്നപ്പോൾ ഒരു സംസ്കാരമായി. സംസ്കാരത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പുറമേ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അകത്തൊന്നും ഇല്ല. ഇൻ യൂറോപ്പ് ദേ ഹാവ് ക്രിസ്മസ് ബട്ട് നോ ക്രൈസ്റ്റ്, ദേ ഹാവ് ഈസ്റ്റർ ബട്ട് നോ റിസറക്ഷൻ. നമ്മുടെ സഭയിൽ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പള്ളിയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്, പക്ഷേ സ്പിരിറ്റ് ഇല്ല. ദർ ഇസ് നത്തിങ് ഇൻസൈഡ് ഇറ്റ്. നമ്മളിതൊരു ഫിലോസഫി ആക്കി വെച്ചിരിക്കുകയാണ്. ജീസസ് ഈസ് എ റിലീജിയസ് ഐഡിയ. ഒരു മതപരമായ ഒരു ആശയമാണ്, നാം രക്ഷിക്കപ്പെടുവാനുള്ള ഒരു ആശയമാണ്. ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. പക്ഷേ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ബ്രാൻഡ് അംബാസഡറും ഉണ്ട്. നമുക്ക് വിൽക്കാത്ത സാധനം വിൽക്കാനായിട്ട് ഒരു ബ്രാൻഡ് അംബാസഡറെ മുന്നേ നിർത്തുമല്ലോ. നമ്മൾ താരങ്ങളെ വിളിച്ച് സോപ്പ്, അവനെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളെ ജീവിതത്തിൽ ആ സോപ്പ് ഉപയോഗിച്ച് കാണത്തില്ല, പക്ഷേ ആ സോപ്പ് ഇട്ട് കുളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എന്ന് ഇവിടെ ഈ സോപ്പ് ഇട്ടാണ് കുളിക്കുന്നതെന്ന്. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണ്. കാര്യം മുന്നേ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആളെ മുന്നേ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴത്തേക്ക് മുന്നിൽ അട്രാക്റ്റീവായിട്ടുള്ള ആളെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. യേശുവിനെ മുന്നേ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്ന് പറയും. പൈസ ഒക്കെ ഇങ്ങോട്ട് ഇട്ടോളെ, യേശുവിന് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ആൾ വന്ന് തുറന്നുകൊണ്ടങ്ങ് പോകും. ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ജീസസ് ക്രൈസ്റ്റ്.
നമുക്കും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ക്രൂസൈർ നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ നോട്ട് ഇതിനകത്തില്ല, ഏറ്റവും വലിയ നോട്ട്, നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം തരാൻ പോകുകയാണ്, ഏറ്റവും വലിയ നോട്ട് ഇതിനകത്തില്ല, ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ നോട്ട്. ആർക്കാ? യേശുവിനും. ഇത് കഴിയുമ്പം വീട്ടിൽ കൊണ്ടുപോകാനാണ്, അല്ലാതെ പിന്നെ ഇതൊക്കെ വേദപുസ്തകത്തിൽ വല്ലതും പറഞ്ഞിട്ടുള്ള കാര്യമാണോ പ്രിയമുള്ളവരെ? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് എന്തിനാ? നിങ്ങൾക്ക് 100 മടങ്ങ് കർത്താവ് പ്രതിഫലം തരാനാ. ഈസിൻ്റെ ബിസിനസ്. അത് ബിസിനസ് അല്ല, പിന്നെ എന്തെന്നാ? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു, അല്ലാതെ ലാഭക്കൊതിയോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നൊന്നും വേദസ്ഥയിലില്ല. വെറുതെ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇത് നിങ്ങളുടെ കാശ് പോയെന്നോ വെച്ചോ, അല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ 100 മടങ്ങ് കിട്ടാനൊന്നും അതൊന്നും കർത്താവ് കണക്കാക്കുന്നേ ഇല്ല. നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും കർത്താവ് നോക്കുന്ന പോലുമില്ല. ഈ മീറ്റിംഗ് നടത്തിയ ആളിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഏറ്റവും വലിയ നോട്ടിടാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, അല്ലാതെ ഇത് ദൈവത്തിന് വേണ്ടിയോ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. അത് വെറുതെ പറയുന്നതാണ്. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് പോയി, അല്ല അത്രേ ഉള്ളൂ. പിന്നെ ഒത്തിരി പോകുന്നതല്ല, ഇങ്ങനെയും കുറച്ച് പോട്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ when it came to America, it became a business. It's an enterprise. ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എൻ്റർപ്രൈസ്. 18 വയസ്സുള്ളൊരു കൊച്ച്, അവൾ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ, an enterprise is a business, right? എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് ബിസിനസ് എന്നുള്ളതാണല്ലോ. അതെ. ആൻഡ് യു സേ ക്രിസ്ത്യാനിറ്റി ഈസ് എ ബിസിനസ് നൗ? ടീച്ചർ പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, ഇപ്പം അങ്ങനെ ആയിപ്പോയി. ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ ബോഡി, റൈറ്റ്? ശരിക്കും ഇതങ്ങനെ ആയിരിക്കണമായിരുന്നു, ഒരു ശരീരത്തിൻ്റെ ബന്ധമായിരിക്കണമായിരുന്നില്ലേ? 18 വയസ്സുള്ള കൊച്ചാണ്, ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്നതാണ്, ആദ്യമായിട്ട് വന്നതാണ്. ടീച്ചർ പറഞ്ഞു, അതെ, അങ്ങനെ ആയിരിക്കണമായിരുന്നു. ഈ കൊച്ചിൻ്റെ അടുത്ത ചോദ്യം, and let me ask you, sir, what do you call when a body becomes a business? ഒരു ശരീരം ബിസിനസ് ആകുമ്പോൾ നിങ്ങൾ അതിനെ എന്താ വിളിക്കുന്നത്? ഇറ്റ് ഈസ് ഫോർണിക്കേഷൻ, ഇറ്റ്സ് വ്യഭിചാരം. ഇന്ന് സഭയ്ക്ക് പറ്റിയിരിക്കുന്ന കാര്യം അതാണ്. ഇന്ന് ചർച്ച് എന്ന് പറയുന്നത് ലാഭക്കൊതിയുള്ള ഒരു വ്യഭിചാര ബിസിനസ്സായി വന്നിരിക്കുകയാണ്. ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കുകയല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. ബിക്കോസ് ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സാഹചര്യത്തിൽ യേശുവിനെ ഒരു ബിസിനസ് രീതിയിൽ കണ്ട് കർത്താവിനോട് ബിസിനസ് കളിക്കുന്നതിനെ വേറെ എന്താ വിളിക്കേണ്ടത്? ഒരു ഭാര്യ അവൾക്ക് ഭർത്താവ് മതി, അവൾ ഒരിക്കലും ചോദിക്കത്തില്ല. ഒരു വേശ്യയോട് കൂടെ നിങ്ങൾ ആണെങ്കിൽ വേശ്യ ചോദിക്കുന്നൊരു ചോദ്യമാണ്, പറയുന്നൊരു കാര്യമുണ്ട്, ഡു എനിത്തിങ് വാട്ട് യു വാണ്ട്, ബട്ട് ആഫ്റ്റർ ഓൾ വാട്ട് യു ആർ ഗോയിങ് ടു ഗിവ് മീ. അവൾക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, നീ എന്ത് വേണം ചെയ്തോ, പക്ഷേ അവസാനം നീ എനിക്ക് എന്ത് തരും? പക്ഷെ ഒരു ഭാര്യ ഒരിക്കലും അത് ചോദിക്കത്തില്ല. ഇനി ഭാര്യയ്ക്ക് അതല്ല വിഷയം. അവൾക്ക് എന്ത് തരുമെന്നുള്ളൊരു ചോദ്യം അവളുടെ ഭർത്താവിനോട് ചോദിക്കത്തില്ല. അവൾക്ക് ഭർത്താവിനെ മതി, അവൾക്ക് വേറെ ഒന്നും വേണ്ട, അവൾക്ക് ഭർത്താവിനെ മതി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സഭകളിൽ ഓരോ ദിവസവും, നമ്മുടെ വീടുകളിൽ ഓരോ ദിവസവും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓരോ പ്രാർത്ഥനയിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്? എനിക്കെന്താ കിട്ടാൻ പോകുന്നത്? ഞാൻ എല്ലാ ഞായറാഴ്ച സഭയിൽ വന്നോളാം, എനിക്കെന്താ തരാൻ പോകുന്നത്? ഞാൻ 21 ദിവസം ഉപവാസം എടുത്തോളാം, എനിക്കെന്താ നീ തരാൻ പോകുന്നത്? ശിഷ്യന്മാർ ചോദിച്ചത് തെറ്റാ. അന്നേരമാ കർത്താവ് ക്രോസിൻ്റെ കാര്യം പറയുന്നത്. അതുവരെ കർത്താവ് ക്രോസിൻ്റെ കാര്യം പറഞ്ഞില്ല. എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ക്രോസ് കിട്ടുമെന്ന് പറഞ്ഞു. എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് എന്ത് കിട്ടും? ഗുരുവിനോടമാകുന്ന ശിഷ്യന് മതി. നമ്മളിപ്പോൾ എങ്ങോട്ട് പോവുകയാണ്? യെരൂശലേമിൽ പോവുകയാണ്. അവിടെ മനുഷ്യപുത്രനെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പിടിക്കും, അവനെ അടിക്കും, തല്ലും, തുപ്പും, ഒടുവിൽ കൊല്ലും. അതാ നിനക്കും കിട്ടാൻ പോകുന്നത്. എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോഴാണ് കൃത്യമായിട്ട് കർത്താവ് അത് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് കിട്ടുമെന്ന് പഠിപ്പിക്കുന്നതായ സുവിശേഷം, ഇറ്റ് ഈസ് അനദർ ഗോസ്പൽ. അപ്പോസ്തലന്മാരെ പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നിട്ട് ചോദിച്ചില്ല, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി ചോദിച്ചതുകൊണ്ട്, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. നമ്മളാണെങ്കിൽ ചോദിച്ചേനെ, ഓക്കെ ഞാനും വരാം നിങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് എന്തോ കിട്ടും. കാര്യം എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. എന്ത് കിട്ടുമെന്ന് അവിടെയാണ് വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത്. അബ്രഹാമിന് ദൈവം ഈ സാധനങ്ങളൊന്നും കൊടുത്തില്ല, അത് ഫറവോൻ കൊടുത്തതാണ്. അത് നിങ്ങൾ 12-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അബ്രഹാമിന് ഈ ഭൗതിക നന്മകളൊക്കെ കൊടുത്തത് ആരാന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിച്ചു,
കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് സന്തതിയെയാണ് കൊടുക്കുന്നത്, അല്ലാതെ മറ്റു കാര്യമൊന്നുമല്ല. പിന്നെ വെള്ളിയും പൊന്നും കന്നുകാലിയും ഒക്കെ സാറ ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നതിന് അവളുടെ നിമിത്തം ഫറവോൻ അവന് നന്മ ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് ശരിയല്ല, സമയമില്ല. അപ്പം ഞാൻ പറഞ്ഞത് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ബ്രദർ എന്തീ പറയുന്നത്, അബ്രഹാമിനെ അനുഗ്രഹിച്ചവനായ ദൈവം. ഞാൻ അബ്രഹാമിനെ ആരനുഗ്രഹിച്ചെന്ന് നിങ്ങൾ പറയുന്നത്? അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും എന്നാണ് പറയുന്നത്. അത് കന്നുകാലിയും വെള്ളവും പൊന്നും കാര്യങ്ങളൊന്നുമല്ല. നിൻ്റെ പേർ, ഐ വിൽ ബ്ലസ് യു ആൻഡ് ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. എന്താണ് നെയിം? മറ്റൊന്നുമല്ല, ദൈവത്തോട് ചേർത്തവൻ്റെ പേരുണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് അവൻ്റെ പേരിനോട് ചേർത്ത് യേശുവിൻ്റെ പേര് വരുന്നതാണ്, അവൻ്റെ അപ്പൻ്റെ പേര്. അതുകൊണ്ടാണ് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. വി ഹാവ് എ നെയിം, നമ്മുടെ പേരിൽ കിട്ടിയിരിക്കുന്ന പേര്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പാസ്പോർട്ടിനകത്ത് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 പേരുണ്ട് എൻ്റെ പാസ്പോർട്ടിനകത്ത്. എനിക്കറിയത്തില്ല, സാജു, ജോൺ, മാത്യു, വട്ടപ്പാറസ്, കറിയ, മാത്യു, തോമസ് എന്നുണ്ട്, അത്രയുണ്ട് നീളത്തിൽ. അത് കുറച്ചുകൂടെ നീട്ടി പോയി കഴിഞ്ഞാൽ ഡാഷ് 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 ഒടുവിൽ ആദാം വരെ അങ്ങ് പോകും. അപ്പോൾ സാജു ഡാഷ് 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 അവസാനം ആദാം വരെയാണ്. അതാ ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പേര്. പക്ഷേ വീണ്ടും ജനിച്ചപ്പോൾ എൻ്റെ ഈ പേരെല്ലാം പോയിട്ട് വേറൊരു പേരാണ് കിട്ടിയത്, സാജു ജീസസ്, ഫിനിഷ്. കാര്യം ഞാൻ ദൈവമകനാണ്. ആ ഒരു പേരാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ബാക്കി പേരുകളൊന്നും അല്ല, ബാക്കി കാര്യങ്ങളൊന്നും അല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ റിലേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലാതെ മറ്റ് കാര്യങ്ങളല്ല. ഈ എംഫസിസ് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. പ്രസംഗം യേശുവിനെ മീൻസ് ആക്കാനല്ല. പ്രസംഗം എന്തിനു വേണ്ടിയാണ്? യേശുവിനെ ജനങ്ങളുമായി റിലേറ്റഡ് ആക്കാനാണ്, അവനുമായിട്ട് ബന്ധിപ്പിക്കുവാനാണ്. അല്ലാതെ ഒരു ബോഡി എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട്, കൂട്ടായ്മ എന്ന നിലയിൽ നിന്ന് മാറിയിട്ട്, അവൻ ഭർത്താവും നമ്മൾ ഭാര്യയും എന്ന നില മാറിയിട്ട് അവനെ ഒരു മീൻസ് ആക്കുമ്പോൾ ഇറ്റ് ഹാസ് ബിക്കം എ ബിസിനസ്. അതൊരു ബിസിനസ് ആയിരിക്കുകയാണ്. അവിടെയാണ് പോൾ പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയത്തെ അവൻ ഡിസ്റ്റോർട്ട് ചെയ്യുമെന്ന്. ഏകാഗ്രത, പ്യുവർ ഡിവോഷൻ, അതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. പ്യുവർ ഡിവോഷൻ. ഹൂ ഈസ് ജീസസ് ടു മീ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൃത്യമായ ഒരു എനിക്ക് പറയാനൊരു കാര്യം, ഹീ ഈസ് മൈ ബ്രൈഡ് ഗ്രൂം, അവൻ എൻ്റെ മണവാളനാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ കാര്യം അറിയാമല്ലോ. അവസാനം അവർ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? പിന്നെ എന്നാ ഞങ്ങളെ പുറത്താക്കി കളയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി എന്താ തുറക്കാത്തത്? അവർ വന്ന് പറയുന്നതെല്ലാം അവർ കർത്താവിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അത് പറഞ്ഞത് കർത്താവിൻ്റെ പേരിൽ തന്നെ ഇവരെല്ലാം ചെയ്തെന്നാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ട് പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഞാൻ നിങ്ങളെ പ്രവാചകനായിട്ടൊന്നും ഞാൻ ഓർക്കുന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അതിൻ്റെ എല്ലാം മുന്നേ വന്ന് നിന്നത് നിങ്ങളുടെ അധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ നോക്കുമ്പം ചിലപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഈ ചിലപ്പം ഈ ആളുകളിൽ നിന്നും വലിയ ഇലക്കകത്ത് ഉണ്ണുമ്പം നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, എന്തോ ആടാ നിന്നെ കാണത്തില്ലല്ലോ, ചോറെ കാണാനുള്ളല്ലോ എന്ന് പറഞ്ഞതുപോലെ, കുന്നുപോലെ മുന്നിൽ അകൃത്യം വെച്ച് കഴിഞ്ഞാൽ പുറകിൽ ഇവൻ ചെയ്യുന്ന പ്രവചനമൊന്നും ആര് കാണുന്നില്ല? കർത്താവ് കാണുന്നില്ല. അതുകൊണ്ട് കർത്താവ് ഞാൻ നോക്കിയപ്പോഴെല്ലാം മുന്നേ ഇരിക്കുന്ന അകൃത്യമാണ് കണ്ടത്. പക്ഷേ ഞാനവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവരിൽ ഒരാൾ പോലും ചെന്നിട്ട് ചോദിക്കുന്നില്ല, കർത്താവേ, നീ എന്താ ഞങ്ങൾക്ക് തുറക്കാത്തത്? നീ എൻ്റെ ആത്മ മണവാളനല്ലേ, ഞാൻ നിൻ്റെ കാന്തയല്ലേ, നീ എനിക്ക് എന്താ തുറക്കാത്തത്? നീ എൻ്റെ സ്വർഗസ്ഥ പിതാവല്ലേ, ഞാൻ നിൻ്റെ പുന്നാര മകനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അവിടെയാണ് പ്രോബ്ലം. അവിടെയാണ് മറ്റൊരു യേശു ഉണ്ടാകുന്നത്. നമ്മൾ ജനങ്ങളെ നയിക്കേണ്ടത് യേശുവുമായിട്ടുള്ള റിലേഷനിലേക്കാണ്, ബന്ധത്തിലേക്കാണ്. ഇന്ന് പ്രസംഗകർ യേശുവിനെ ഒരു ബിസിനസ്സായിട്ട് പറയുന്നത്, നീ കൊടുക്കുക നിനക്ക് കിട്ടും, അല്ലെങ്കിൽ കർത്താവ് നിനക്ക് വലിയ വലിയ കാര്യങ്ങൾ തരും, കാറ് തരും, വീട് തരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം